ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതേ അല്ല കേട്ടോ. പക്ഷേ എനിക്ക് കണ്ടിട്ട് ഒട്ടും തൃപ്തികരമല്ലാതെ തോന്നിയ ഒരു നെറികേടിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം മുതലേ ബിഗ് ബോസ് കാണുന്ന ഒരാളാണ് കേട്ടോ. ആദ്യം ഫസ്റ്റ് സീസൺ മുതലേ കാണുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് ഈ പ്രാവശ്യം എനിക്കത്ര ബിഗ് ബോസ് ഇഷ്ടപ്പെട്ടിട്ടുമില്ലായിരുന്നു. ഞാനതുകൊണ്ട് ഫുൾ എപ്പിസോഡ് കാണാറില്ല. പിന്നെ ഫോണിൽ വരുന്ന ഷോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും. പിന്നെ ലാലേട്ടൻ, നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡും കാണും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അകത്ത് നടക്കുന്ന നെവിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് അനുമോളോട് ചെയ്യുന്ന നെറികേട് എനിക്കൊരു തരത്തിലും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല കേട്ടോ. ഫിസിക്കൽ അസോൾട്ട് അല്ല അവിടെ നടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് എന്തും കാണിക്കാവുന്നൊരു ഇതാണ് നെവിൻ കാണിക്കുന്നത്. ഒരു പെണ്ണിൻ്റെ മുഖത്ത് ശ്വാസം കൊണ്ട് ഊതി 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 പുറകെ നടന്ന് ഇൻസൾട്ട് ചെയ്യുക. പിന്നെ അതുപോണക്ക് കിടക്കുമ്പോൾ അവിടെ പുരുഷന്മാർ 2 പേര് കിടക്കുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ജെൻഡർ പറയുമല്ല, മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ ആരും ആയിക്കോട്ടെ. പക്ഷെ ഒരു വ്യക്തിയെ തന്നെ ഇങ്ങനെ ഹറാസ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ബിഗ് ബോസ് മൗനം പാലിക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കാരണം കിടക്കക്കട്ടിലെ വെള്ളം കോരി ഒഴിക്കുക, ഇനി എന്തു ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ലയോ, അതോ പ്രതികരിച്ചാലും ഒന്നും ഇല്ല എന്നുള്ളതാണോ പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. പിന്നെ ഞാൻ പറയുകയാണ്, നെവിനെന്ന് പറയുന്ന വ്യക്തിയെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നെവിൻ എന്താണ് അതിൻ്റെ അകത്ത് കാണിച്ചു കൂട്ടുന്നത്? നെവിൻ എന്ത് പിന്നെ ഗെയിമാണ് അവിടെ കളിക്കുന്നത്? തീറ്റി മാത്രം. ആരും ഫുഡ് എടുക്കരുത്. നെവിൻ എന്തും കാണിക്കാം. നെവിൻ വേണ്ട പാലിൻ്റെ അകത്ത് ബ്രെഡ് പിന്നെ ഇട്ട് കലക്കിയിട്ട് അവന് ഇഷ്ടമുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്നു. അക്ബറിന് കൊടുക്കുന്നു, ആര്യന് കൊടുക്കുന്നു. 2 കോമാളിയെ പോലെ അപ്പുറം ഇപ്പുറം അക്ബറും ആര്യനും. ഇതിന് ഞാനൊരു PR അല്ല, ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്, സാധാരണ എപ്പിസോഡ് കാണുന്ന ആളാണ്. എനിക്കങ്ങനെ അനിഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഒരു വ്യക്തികളോടും ഇല്ല. നെവിനെ എനിക്കിഷ്ടമുള്ള ഒരാളായിരുന്നു. നെവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെങ്കിൽ ഇത്ര അഹങ്കാരം പിടിച്ച ഒരു വ്യക്തിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ ശോഭ പിന്നെ അഖിൽമാരാർ ഇവരൊക്കെ എന്ത് നല്ല രസമായിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കോമഡി ചെയ്തുകൊണ്ടായിരുന്നു അവരുടെ ഓരോ കാര്യങ്ങളും അവരതിൻ്റെ അത് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ചിരിക്കാനും സന്തോഷിക്കാനും ഒത്തിരി കാര്യങ്ങൾ അവർ തന്നിട്ടുണ്ട്. അക്ബർ ഒരു പാട്ടുകാരനാണ്. വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന രീതിയിൽ എല്ലാവരെയും വിളിച്ചിരുത്തി പാട്ട് പാടിയാലെന്താ, അങ്ങനെയൊക്കെയുള്ള ഗെയിമുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടില്ലേ? ഇത് എന്താണ് അവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയാൻ പറ്റാത്തത്. ഇതിന് ബിഗ് ബോസ് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഈ പ്രാവശ്യം ലാലേട്ടൻ വരുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവിടെ നടക്കാൻ പോകുന്നത് എന്തായിരിക്കും? അനുമോൾ എന്തായിരുന്നു പ്രശ്നം? അത് ലാലേട്ട, ഞാൻ അവിടെ കിടക്കുകയായിരുന്നു, നെവിൻ എൻ്റെ മേത്ത് വെള്ളം കുടഞ്ഞു, ഞാൻ പുറത്തൊഴിച്ചു, അപ്പോൾ അവൻ എൻ്റെ കട്ടിലെ വെള്ളം കൊണ്ടൊഴിച്ചു. നെവിൻ എന്താണ് പറയാനുള്ളത്? അത് ലാലേട്ട, അനുമോൾ കിടക്കുകയായിരുന്നു, ഞാൻ വെള്ളം കൊടുത്തു. അനുമോൾ ഇവിടെ കിടക്കാനാണോ വന്നിരിക്കുന്നത്? ഗെയിം കളിക്കാനല്ലേ വന്നു? ഉടനെ നെവിൻ പറയും, അല്ല ലാലേട്ടാ, ഇതാണ് അവിടെ നടക്കാൻ പോകുന്നത്. എന്താണ് എനിക്കറിയാൻ പറ്റുന്നില്ല അവിടുത്തെ ഗെയിം എന്താണെന്നുള്ളത്. ഇതിന് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കാരണം ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന, ബിഗ് ബോസിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതങ്ങളാണിത്. ഇവരിനിയെങ്കിലും ബിഗ് ബോസ് ഇത് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുമെന്ന് വിചാരിക്കുന്നു. അല്ല, ജനങ്ങളെങ്കിലും പ്രതികരിക്കണമെന്നൊരു അപേക്ഷയുണ്ട്.